ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലീനയാണ് കേട്ടോ. അപ്പൊ അലീന നമ്മുടെ രോഹിത്തിന് മെഡിസിൻ ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മുടെ രോഹിത്തിന്റെ തലമുടിയൊക്കെ ചീകി കൊടുത്ത് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. രോഹിത്തിന്റെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലാണല്ലോ, ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റി മാറ്റി കൊണ്ടുവന്ന് വൃത്തിക്കും മെനയ്ക്കും ഒക്കെ ആക്കി എടുത്ത് നമ്മുടെ അലീന പറയുന്നതൊക്കെ അനുസരിച്ച് അതേപടി കേട്ടൊക്കെ രോഹിത് ഇരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ബാലചന്ദ്രനെ കൃഷ്ണമോള് കൊണ്ട് കാണിക്കുന്നതാണ്. ഇപ്പൊ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ദേ നോക്കിക്കേ, അമ്മ നോക്കുന്നതിനേക്കാളും എത്ര നന്നായിട്ട് അലീന ചേച്ചി രോഹിത്തേട്ടൻ നോക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, നിന്റെ അമ്മ എവിടെയാടി നിന്നെയും നിന്റെ ചേട്ടനെയും നിന്റെ ചേച്ചീനെയൊക്കെ നോക്കിയിട്ടുള്ളത്? നിന്റെ അമ്മ നോക്കിയിട്ടുണ്ടോ? കണ്ണുകൊണ്ട് പോലും നേരെ ചൊവ്വെ നിന്റെ അമ്മ നോക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം, അത് ശരിയാച്ചാ, അമ്മ ഇങ്ങനെയൊന്നും നോക്കിയിട്ടേ ഇല്ല. എനിക്കിത് എൻ്റെ ഓർമ്മ വെച്ച നാള് മുതലേ അമ്മ ഇങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കൊന്നും ഓർമ്മ പോലും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന ഹോം നേഴ്സും അതുപോലെ ഇവിടെ വരുന്ന വേലക്കാരികളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം, പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ഒക്കെ. പക്ഷെ അമ്മ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതാണ് നിന്റെ അമ്മ. ഏതായാലും നിന്റെ അമ്മയെക്കുറിച്ച് അറിയാൻ ഞാൻ വൈകിപ്പോയി മോളെ. ഇല്ലായിരുന്നെങ്കിൽ 7 പണ്ട് ഈ ബന്ധം അവിടം കൊണ്ട് ഞാൻ ഉപേക്ഷിച്ചേനെ. ദേ 3 മക്കളില് ഇത് അവശേഷിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. ദേ അമ്മയെ പൂർണ്ണമായിട്ടും അച്ഛനങ്ങ് വെറുക്കരുത്. അമ്മയുടെ ആ ഒരു വാശി വൈരാഗ്യവും അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലൊക്കെ ഉണ്ട്. എങ്കിലും അമ്മ തന്നെയല്ലേ എന്ന് പറയുമ്പം, അമ്മ തന്നെയാ. എടി കാണടി കൃഷ്ണമോളെ, നീ ഇത് കാണ്. ദേ അമ്മമാരായ ഇങ്ങനെയാണ്. ദേ ഒരമ്മയ്ക്ക് ഒരു കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസവിച്ചൊരു തള്ളയാണെങ്കിൽ ആ തള്ളയുണ്ടല്ലോ വെറുതെ ഇരിക്കത്തില്ല. അവക്ക് എന്താടി കുഴപ്പം? അവക്ക് ഈ സ്റ്റെയർ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവനൊന്ന് വന്നപ്പം സമാധാനിപ്പിച്ചോ? ഇല്ലല്ലോ. നീ കേട്ടോ അവള് സമാധാനിപ്പിക്കുന്നത്? ഒരിക്കലും ഒരു നല്ല വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അത് ശരിയാ അച്ഛാ. പാവം രോഹിതേട്ടനോട് ഒന്നും പറഞ്ഞില്ല അമ്മ. കുറെ വഴക്ക് പറഞ്ഞു, കുറെ നാണം കെട്ടെന്ന് രോഹിതേട്ടൻ കാരണം. ഇതൊക്കെയാ അമ്മ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അമ്മയ്ക്ക് അതേ അറിയത്തുള്ളൂ. എടി അമ്മയാണോടി അമ്മ. അല്ല, ഞാന് അച്ഛനോട് പറയുന്നത് കൊണ്ട് അച്ഛനൊന്നും തോന്നരുത്. അമ്മ ഒരു പക്ഷേ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പഴയ ആ ഒരു ഇതിലേക്ക് എത്തുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതോ അമ്മ പുതിയൊരു അമ്മയായിട്ട് മാറുമോ എന്നൊന്നും എനിക്കറിയില്ല. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മയ്ക്ക് ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. എന്നാ പിന്നെ സത്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ, സത്യങ്ങൾ പറയാൻ പറ്റിയ സമയം, അതും അവളോട് സത്യങ്ങള്. എന്റെ പൊന്നുമോളെ, വൈജിയോട് സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന ആരാ പറഞ്ഞത്? അലീനയോട് സ്നേഹം ഉണ്ടാവുന്ന ആരാ പറഞ്ഞത്? ഇല്ല. അവളെ വാശിക്കും വൈരാഗ്യത്തിനും അവളുടെ അഭിമാനം വ്രണപ്പെടുത്തി എന്ന പേരിനും അവളുടെ ജീവൻ തന്നെ വെടിയും. അങ്ങനെ ഈ ലോകത്ത് നിന്നും അത്രയ്ക്ക് പെട്ടെന്ന് അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, അവൾ ഈ കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള എല്ലാത്തിനും ഒരു ഫലമുണ്ടല്ലോ. അത് അനുഭവിക്കാതെ അങ്ങ് പോകാൻ പാടുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവള് പതിയെ 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 തന്നെ മനസ്സിലാക്കുന്ന ഒരു നിമിഷം വരും, ദിവസം വരും. അന്ന് അവക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ബാലചന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള്, അച്ഛനും അമ്മയും പഴയ രീതിയിലെ പോലെ ഒന്നിച്ചാൽ മതിയായിരുന്നു. അന്ന് ഈ കുടുംബത്തിന് കുറെയൊക്കെ സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താണോ ഇനി ഇവർ ഒന്നിക്കാൻ ഒരു വഴി എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അപ്പൊ കൃഷ്ണമോൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നു. കൃഷ്ണമോള് ചോദിക്കുകയാണ്, അതേ പണിയൊക്കെ കഴിഞ്ഞോ? ശുശ്രൂഷ ഒക്കെ തീർന്നോ? ശുശ്രൂഷയോ? ഇത് ശുശ്രൂഷയൊന്നും അല്ല, ഇതെന്റെ അവകാശമല്ലേ മോളെ. എന്റെ ആങ്ങളെക്കൊച്ചിനെ ഞാൻ സഹായിക്കുന്നു. അവന്റെ അവസ്ഥ കണ്ടില്ലേ? അവൻ ഈ സമയത്ത് ഞാനല്ലാതെ ആരാ സഹായിക്കാനുള്ളത്? എന്റെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ അലീന ചേച്ചി ചെയ്യുന്നത്. നിന്റെ അമ്മയ്ക്ക് പറ്റത്തില്ലാഞ്ഞിട്ടല്ലേ? ആര് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് പറ്റത്തില്ലാഞ്ഞിട്ടാണെന്ന്? പണ്ടും ഇങ്ങനെ തന്നെ അലീന ചേച്ചി. അതേ, ഞങ്ങൾക്ക് അമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ഇതുപോലെയൊന്നും അമ്മ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല കേട്ടോ. സത്യത്തിലേ ഇപ്പം ഞങ്ങളുടെ അമ്മ ആരാണെന്ന് അലീന ചേച്ചിക്ക് അറിയാമോ? നിങ്ങളുടെ അമ്മ ആരാ? അത് വേറെ ആരാ?
ഈ മുന്നിൽ നിൽക്കുന്ന അലീന ചേച്ചി. അതെ അലീന ചേച്ചി, ഞാനേ എൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തോട്ടെ എന്നും പറഞ്ഞ് അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കൃഷ്ണമോള് ഒരു ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ. ഈ ഉമ്മ കൊടുത്തതും നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കൃഷ്ണമോള് പറഞ്ഞു, എൻ്റെ സ്വന്തം അമ്മ, സ്വന്തം അമ്മ, എൻ്റെ സ്വന്തം അമ്മ എനിക്ക് ഇതുവരെ തരാത്ത സ്നേഹ അലീന ചേച്ചി തന്നത്. അപ്പൊ ഇതെന്റെ സ്വന്തം അമ്മയല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇനി രോഹിത്തേട്ടനും ബബിതേച്ചിക്കും എല്ലാവർക്കും അലീന ചേച്ചിനെ ഇഷ്ടാകും. നോക്കിക്കോ, പതിയെ 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 എൻ്റെ അമ്മയ്ക്കും ഇഷ്ടാകും. ഓ, അതീ ജന്മം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല മോളെ. നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാകും അത്രേ. ഓ, ഈ കൊല്ലം പോയിട്ട്, ഈ നൂറ്റാണ്ട് പോയിട്ട് ഒരിക്കലും നടക്കാത്ത സംഭവം മോളിപ്പൊ പറഞ്ഞത്. ഏതായാലും മോക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? വാ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഇറങ്ങി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് അലീനെ എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാനായിട്ട് പോവുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് ബബിതയ്ക്കാണെങ്കിൽ അലീനയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്തിനാ അലീന ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും ദ്രോഹിച്ച നമ്മുടെ രോഹിത്താണ്. ആ രോഹിത്തിന് വേണ്ടിയാണ് അലീന ഈ ചത്ത് കിടന്ന് ഇപ്പം ജീവിക്കുന്നതും ഈ ചത്ത് കിടന്ന് ഇപ്പൊ ഈ ഒരു ശുശ്രൂഷ നടത്തുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബബിത ഇങ്ങനെ കൃഷ്ണമോളോട് വന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നു. കൃഷ്ണമോൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ബബിത വന്നിട്ട്, അല്ല കൃഷ്ണേ, ഞാനേ ഒരു കാര്യം ഓർക്കുമായിരുന്നു ചോദിച്ചപ്പോഴത്തേക്കും, എന്ത് കാര്യം ഓർക്കുമായിരുന്നു? ആ മുടിയന്റെ കാര്യമായിരിക്കും അല്ലേ? ദേ പോടി ഒന്ന്, ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നതാ. അതെ, ആ അലീനോട് എന്തൊക്കെ ദ്രോഹമാടി കൃഷ്ണേ അന്ന് രോഹിത് ചെയ്തത്. എന്നിട്ടും രോഹിത്തേട്ടനോട് അവക്ക് ഒരു വെറുപ്പുമില്ലേ? അവക്ക് രോഹിത്തേട്ടനോട് എന്താ അങ്ങനെ ഒരു ഇത് തോന്നത്തില്ലേ? ഇതിപ്പം ദേ അവനോട് സ്നേഹം മാത്രം, അതുപോലെ അവനെ പരിചരിക്കുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യുന്നു. ഇതിനെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളോട് വെറുപ്പല്ലേ തോന്നേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാണ് അതാണ് അലീന ചേച്ചി, അതാണ് ബബിത ചേച്ചി മനസ്സിലാക്കേണ്ട കാര്യവും. അലീന ചേച്ചിയെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നേ ഈ അലീന ചേച്ചിയുടെ അമ്മ ബ്രിജിത്ത അമ്മയില്ലേ, അലീന ചേച്ചിനെ എടുത്തു വളർത്തിയ ആ അമ്മ ഇങ്ങനെയാണത്രേ. ആ അമ്മയെ പോലെയൊക്കെ തന്നെയാ അലീന ചേച്ചിയും. അലീന ചേച്ചിയോട് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹമൊക്കെ ചെയ്തു കഴിഞ്ഞാല് അലീന ചേച്ചി അത് സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കും. ഒരിക്കലും അലീന ചേച്ചി ആരോടും വാശിയും വൈരാഗ്യത്തോടു കൂടി ഒന്നും പെരുമാറത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അലീന ചേച്ചിയോട്. എന്നിട്ട് അമ്മയുടെ വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അലീന ചേച്ചിക്ക് ഉണ്ടോ? ഇല്ലെന്നേ, അത് ലേശം ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെയാണോ കൃഷ്ണമോളെ? അതെ ബബിത ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അലീന ചേച്ചി പാവ. അലീന ചേച്ചിയെ പോലെ സത്യം പറഞ്ഞാല് ഒരു ചേച്ചീനെ കിട്ടിയതേ നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത എന്തോ പുണ്യ. അതിന് ഈ അലീന നമ്മുടെ ചേച്ചിയാണോ? അല്ല, അച്ഛൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്നതല്ലേ. അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാ. ആ ചേച്ചിക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ DNA നടത്തി നോക്ക്. അപ്പൊ അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാന്ന് ചേച്ചിക്ക് ബബിത ചേച്ചിക്ക് മനസ്സിലാകും. ഒന്ന് ടെസ്റ്റ് നടത്തി നോക്കുന്നുണ്ടോ? നോക്കി നടത്തുന്നുണ്ടെങ്കിൽ ഒന്ന് നടത്തി നോക്കിക്കോട്ടോ. ഇതുപോലൊരു ചേച്ചീനെ കിട്ടിയത് നമ്മുടെ പുണ്യമാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയാന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അലീന ചേച്ചിയെ രോഹിത്തിനോട് നേരത്തെ പറഞ്ഞിരുന്നു, അന്ന് ആ റേപ്പ് കേസിൽ പെടാൻ പോയില്ലേ, അന്ന് പറഞ്ഞിരുന്നു പോകരുത്, ഇറങ്ങരുത് എന്നൊക്കെ. അലീന ചേച്ചി പറഞ്ഞത് ആരും കൂട്ടാക്കിയില്ല. അലീന ചേച്ചി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ രോഹിത്തിന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഭവിതേച്ചിയോടാ പറയാനുള്ളത്. അലീന ചേച്ചി പറയുന്നത് കേട്ടാല് നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അലീന ചേച്ചി പറയുന്നത് പോലെ ചെയ്താൽ, അലീന ചേച്ചി പറയുന്ന പോലെ പ്രവർത്തിച്ചാലും നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അത് അടിവരെ ഇട്ട് സൂക്ഷിച്ചോ. അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ മുടിയനാളത്ര ശരിയല്ലെന്ന്. അവനെ ഒന്ന് സൂക്ഷിച്ചാലേ ബബിതേച്ചിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇപ്പം ഒരാളെ ശുശ്രൂഷിക്കുന്നത് കണ്ടോ, അതുപോലെ വീണ്ടും ഒരു അവസരം അലീന ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കൃഷ്ണ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇത് കേട്ടത് നമ്മുടെ ബബിത ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ കൃഷ്ണമോളും ബബിതയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല അവൻ ഫുഡ് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് ഞാൻ കൊടുത്തായിരുന്നു വെച്ചാ, അവൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അവനിപ്പോ എങ്ങനെയുണ്ട്? അല്ല അവന് പഴയ പോലെ തന്നെയാണോ? ഒരുപാട് മാറ്റമുണ്ട് അച്ഛാ.
ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് അവൻ ഫുഡ് കഴിക്കുന്നുണ്ട്, മരുന്നെടുക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അത് ശരിയാ അലീന പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കി കേട്ടോ. അലീന എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അലീന ചേച്ചി പറയുന്നത് ശരിയാ, രോഹിത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അവന് ഇപ്പം നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്കുവേ ചിരിച്ചു കാണിക്കുന്ന പോലെയൊക്കെയാ നമ്മുടെ മുഖത്ത് നോക്കുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നല്ലോ, കട്ടിച്ച് കീറുമല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാ അലീന ചേച്ചിയാ രോഹിതേട്ടനെ മാറ്റിയെടുത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ബബിതയുടെ മുഖത്ത് നോക്കുക. അല്ലെങ്കിൽ നേരത്തെ ബബിത പറഞ്ഞേനെ കുലീന അവള് മാറ്റിയെടുത്തു, ആര് പറഞ്ഞു എന്നൊക്കെ. പക്ഷെ അതിനൊന്നും തർക്കിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുക, നിന്റെ തള്ളയ്ക്ക് വല്ലതും കൊടുത്തായിരുന്നോടി എന്നിങ്ങനെ ബബിതയോട് ചോദിച്ചപ്പോഴത്തേക്കും, എന്തു കൊടുക്കാനാ, അങ്ങോട്ട് ചെന്നാ മതിയല്ലോ, കടിച്ചു കീറുന്ന പോലെയല്ലേ. എന്റെ അച്ഛ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതേ മാറ്റം വന്നു തുടങ്ങി. രോഹിതേട്ടന് മാത്രല്ല കേട്ടോ, ബബിതേച്ചിക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല മാറ്റം. ബബിതേച്ചി ഇപ്പൊ ഉണ്ടല്ലോ അലീന ചേച്ചിയുടെ പക്ഷമാ, അലീന ചേച്ചിയുടെ കക്ഷിയാ. അപ്പം ബബിത പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അല്ല. അത് പിന്നെ അച്ഛാ ശരിയുടെ വശത്ത് നിൽക്കാൻ എനിക്ക് തോന്നി, അത്രമാത്രം. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോടി ശരിയുടെ വശത്ത് നിൽക്കാനായിട്ട്. ഇനിയെങ്കിലും നീ നിന്റെ അമ്മേനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അലീന ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്. ഇപ്പം മേഡം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ, മേഡം, ആ മേഡത്തിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഈ ബാലചന്ദ്രൻ പറയുന്നത് എന്താണോ അതായിരിക്കും നടക്കാൻ പോകുന്നത്, അല്ലാതെ മേടവും കൂടവും ഒന്നും പറയുന്നതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. അലീനെ നീ അവിടെ ഇരിക്കുക, ഭക്ഷണം എടുത്ത് കഴിച്ചേ എന്നൊക്കെ പറഞ്ഞ് അലീനെ അവിടെ ഇരുത്തിയിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കാലിമൂത്ത് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ നമ്മുടെ വൈജ. ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും സമാധാനം കിട്ടുന്നില്ല. ഇതിനിടയിലാണ് നമ്മുടെ കമലയും ശിവശങ്കരമേനോനൊക്കെ വൈജനെ വിളിക്കുന്നത്. നമ്മുടെ കമലയല്ല വൈജി അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അവര് തമ്മിൽ ഫോണില് സംഭാഷണം നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല കമലയുടെ അടുത്തേക്ക് എന്താ ഇങ്ങോട്ടൊക്കെ വരാനും വിളിക്കാനും ഒക്കെ ഒരു മടി? പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ വൈജെ, അവിടെ നിന്നെ അടിച്ചിറക്കിയതല്ലായിരുന്നോ? ബാലചന്ദ്രൻ നിന്റെ കെട്ടിയവന് എന്നെ അടിച്ചിറക്കി ആ വീട്ടിലേക്ക് ഞാൻ വരണമെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇതുവരെ വന്നില്ലല്ലോ, രോഹിത്തും ഇവിടെ ഉണ്ടല്ലോ, എന്താ രോഹിത്തിനോട് നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രോഹിത്തിനോട് എന്ത് ദേഷ്യം, എനിക്ക് രോഹിത്തിനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ വൈജയ് നിന്നോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. നിന്നോട് പറഞ്ഞല്ലായിരുന്നോ എന്റെ മകനെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാനായിട്ട്? എടി അവന് നിന്റെ ആങ്ങളുടെ മോനല്ലേടി, അവനല്ലേടി ഇപ്പം ജയിലിൽ കിടക്കുന്നത്. ആ അലീന വിചാരിച്ചിരുന്നെങ്കിൽ കമലയെടുത്തി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവൻ തോന്നിവാസം എല്ലാം കൂടെ കാണിച്ചു വെച്ചിട്ട് ഇനിയിപ്പൊ അലീനയുടെ കാല് ചെന്ന് പിടിച്ചിട്ട് അവനെ ഞാൻ വെളിയിൽ ഇറക്കാനോ? അതിലൊന്നും എന്നെ കിട്ടത്തില്ല. എന്റെ മോൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അലീന ആരുടെയും കാല് പിടിച്ച് പോയിട്ടൊന്നുമല്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല കമലയെടുത്തി. അതുകൊണ്ടാ എന്റെ മോൻ പുറത്തിറങ്ങിയത്. അല്ലാതെ ഹരിയെപ്പോലെ ഉണ്ടല്ലോ വളർത്തുമ്പോ കുറച്ച് നല്ല രീതിയിൽ വളർത്തണമായിരുന്നു, ഇല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ ഇരിക്കും. അവനെ ഉണ്ടല്ലോ അങ്ങ് അഴിച്ചു വിട്ടേക്കല്ലായിരുന്നോ? കാളെ ഓടി നടക്കുന്ന പോലെ അങ്ങ് ഓടി നടക്കല്ലായിരുന്നു അവനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു വൈജയ്, ഞാൻ നിന്റെ ആങ്ങളുടെ കൈ കൊടുക്കാം, അത് തന്നെ ആയിരിക്കും നല്ലത്. നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ നാക്കില് നല്ല ചൊറിഞ്ഞ വർത്താനം കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ശിവന്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. ഏതായാലും ശിവന്റെ കയ്യിൽ കൊടുത്തപ്പോ തന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടെന്നോ, എല്ലാരും കൂടെ എന്നെ ഇവിടെ കൊണ്ടു തള്ളിയിട്ട് അങ്ങ് പോയതല്ലേ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാനേ നിങ്ങക്ക് ലെവലേശൻ നാണമില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ എല്ലാത്തിനും അലീനയെ മാത്രം മതി. ഇവിടെ അലീന പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ, അലീന പറയുന്നതല്ലേ ചെയ്യത്തുള്ളൂ. അലീനയാണ് ഈ വീട്ടിലെ അധികാരി, അലീനയാണ് ഈ വീട്ടിലെ റാണി, അലീനയാണ് ഈ വീട്ടിലെ എല്ലാം. ബാലചന്ദ്രനും മക്കൾക്കും അലീന പറയുന്നതല്ലാതെ വേറെ ഒരു വാക്കും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല അവിടെ നിന്റെ വേറെ 2 മക്കളുണ്ടായിരുന്നല്ലോ, അവരും അവളുടെ പക്ഷത്തേക്ക് മാറിയോ? അതെപ്പോഴേ മാറി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം അവൾ എല്ലാവരെയും മയക്കി അങ്ങോട്ട് എടുത്ത് ചാക്കി കയറ്റിയില്ലേ, എന്റെ ആങ്ങളമാരെ മയക്കി. ഇപ്പം ബബിതയെയും രോഹിത്തിനെയും ഒക്കെ മയക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് മയക്കുന്നു ഒന്നും അല്ല എന്റെ വൈജയെ, അവളുടെ സ്വഭാവമാണ്. നിനക്ക് അവളെ അറിയാൻ മേലാഞ്ഞിട്ടാ. അവളെ സത്യത്തിലൊരു പാവം പെങ്കൊച്ചാന്നേ. അവൾ എന്ത് ദ്രോഹാടി നിന്നോട് ചെയ്തിരിക്കുന്നത്. വെച്ച എന്നോട് കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട. അവളെ കുറിച്ച് ആരും എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
ഓ, ഒരു ഗുണവധികാരം കൊണ്ട് വന്നേക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടനൊക്കെ ആയിരിക്കാം, ശരിയാണ്. ദേ, ഗംഗേട്ടൻ അവിടെ ഉണ്ടോ? ഗംഗേട്ടൻ പോകുന്ന ആ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. അത് തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഇതെല്ലാം കേട്ട് സഹിച്ച് ഇവിടെ കിടക്കേണ്ട ഒരാവശ്യമില്ല. അവളുടെ അധികാരവും അവകാശവും അവൾ എന്താന്ന് വെച്ചാൽ എടുത്തോട്ടെ, എനിക്കതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ നമ്മുടെ വൈജ ദേഷ്യം വന്നിട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് വൈജ കിച്ചണിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അലീനയെ രൂക്ഷമായിട്ട് നോക്കുകയും അലീനയോട് എന്താ പറയാ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും അലീന അത്രയ്ക്കും ക്രൂരതയോട് കൂടി തന്നെയാ അലീനയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അലീന എടുത്തു കൊടുക്കുന്ന വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. തന്റെ കാര്യം തനിക്ക് ചെയ്യാൻ അറിയാമെന്നും എന്നെ ഒരിതിനും നീ എന്നെ സഹായിക്കണ്ട എന്നും, ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും എനിക്കൊരിറ്റ് വെള്ളം തരാൻ പാടില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വൈജ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ദേ, ലാസ്റ്റ് നമ്മുടെ അലീന മാത്രമേ ഈ വെള്ളം കൊടുക്കാനൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കിടിലൻ വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പ്രമോ വിശേഷമായിട്ട് വൈകിട്ട് ഒരു 8:30 8:15 കൂടി നമുക്ക് കാണാം. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ വിന്നറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചെറിയൊരു നറുക്കെടുപ്പൊക്കെ ഇട്ടാണ് വിന്നറിനെ തെരഞ്ഞെടുത്തത്. അപ്പൊ കൃഷ്ണകുമാരി എന്നാണ് കേട്ടോ വിന്നറിന്റെ പേര്. അപ്പം ഇതുവരെ പുള്ളിക്കാരി വന്നിട്ടില്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഏതായാലും കൃഷ്ണകുമാരിയുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മെയിൽ ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ, അല്ലെങ്കിൽ കൃഷ്ണകുമാരി ഇതൊക്കെ കേൾക്കണമെങ്കിൽ എനിക്കൊരു ഹായ് തരിക, കൃഷ്ണകുമാരി ആണെന്ന് പറയുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ. അപ്പൊ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.